അങ്ങനെ വീണ്ടും ഒരു സുപ്രഭാതം. 2 ദിവസത്തെ മഴയ്ക്ക് ശേഷം സൂര്യൻ ചേട്ടൻ പിന്നെയും ചാർജ് എടുത്തത് കൊണ്ട് കുറച്ച് വിറ്റാമിൻ ഡിയൊക്കെ കൊണ്ടിട്ട് ദാ മസാല ദോശ ചൂടോടെ കഴിക്കുകയാണ്. 2 തന്നെങ്കിലും ഒരെണ്ണത്തിനുള്ള വയർ കപ്പാസിറ്റി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആസ്വദിച്ചിരുന്ന സ്പെഷ്യൽ ചട്നിയുടെ കൂടെ അതെല്ലാം കഴിച്ചിട്ട് യൂറിനറി ഇൻഫെക്ഷനുള്ള മരുന്ന് കഴിക്കുകയാണ് ഗൈസ്. ഇനി എൻ്റെ മുഖത്ത് കഥകളിക്കാർ പോലും തോറ്റു പോകുന്ന ഒരുപാട് ഭാവാഭിനയങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. വേറൊന്നുമല്ല, ആ കൈപ്പുള്ള മരുന്ന് നാക്കിലൊട്ടിയതിൻ്റെ ആ ഒരു വൈഗ്ലഭ്യമാണ്. ഛർദ്ദിക്കണോ തുപ്പണോ ഒരു 5 മിനിറ്റത്തേക്ക് ഞാൻ സ്വർഗം കണ്ട ഒരവസ്ഥയായിരുന്നു. കണ്ണിൽ നിന്നൊക്കെ പൊന്നീച്ച പറന്നു. അങ്ങനെ കൂടുതൽ അവിടെ നിന്ന് ഛർദ്ദിക്കാതിരിക്കാൻ ബാക്കി വെള്ളം കൂടെ കുടിച്ചു. ദിവസം 3 ലിറ്റർ വെള്ളം എന്നുള്ള ഒരു അച്ചീവ്മെൻറ്റിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ 1.5 ലിറ്റർ ഞാൻ വെള്ളം കുടിച്ചു കഴിഞ്ഞു. രാവിലെ ഒരു 10 മണി ആയതേ ഉള്ളൂ ടൈമൊക്കെ. അത് കഴിഞ്ഞിട്ട് പതുക്കെ കൊണ്ട് വീട്ടിൽ കുറച്ച് പണി ചെയ്യാമെന്ന് വിചാരിച്ചു. അരി ഊറ്റി വെക്കാൻ പറഞ്ഞു. നൈസ് പണിയൊക്കെ ചെയ്തു. തേങ്ങയും തിരുമ്മി കൊടുത്തു. പിന്നെ അവിടെ ഇരുന്ന് ആപ്പിൾ ഒതുക്കി. അതിനുശേഷം ചക്ക വറവിനുള്ള ചക്ക അരിഞ്ഞു വെച്ചു. വലിയ പണിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.